ഹായ് ഹലോ എല്ലാ SSLC സ്റ്റുഡൻസിനെയും ഈ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. നേരത്തെ ക്ലാസ്സിൽ SSLC ബയോളജിയിലെ 7ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചറിൻ്റെ പാർട്ട് 1 എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പാർട്ട് 2 ആണ് എടുക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ജെനറ്റിക് എഞ്ചിനീയറിംഗ് വരെയുള്ള ടോപ്പിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി കുറച്ച് ടോപ്പിക്സ് എടുക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നേരത്തെ ക്ലാസ്സിൽ ജെനറ്റിക് എഞ്ചിനീയറിങ്ങിനെ പറ്റിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിൻ്റെ ജനിതക ഘടനയിൽ അല്ലെങ്കിൽ അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയലിൽ ചേഞ്ചസ് വരുത്തുന്ന ആ ഒരു ടെക്നോളജിയെയാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ജെനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ പ്രോഗ്രസ് കാരണം എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ധാരാളം കാര്യങ്ങൾക്ക് അതുകൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജെനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ സ്കോപ്പ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ജീൻ തെറാപ്പി, രണ്ടാമത്തത് ജെനറ്റിക്കലി മോഡിഫൈഡ് അനിമൽസ് ആൻഡ് ക്രോപ്സ്, മൂന്നാമത്തത് ഫോറൻസിക് ടെസ്റ്റ്. ഈ സ്കോപ്പ് എന്ന് പറഞ്ഞിവിടെ ഉദ്ദേശിക്കുന്നത് ജെനറ്റിക് എഞ്ചിനീയറിങ്ങിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ്. അപ്പോൾ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസീസിന് കാരണമായിട്ടുള്ള ജീനിനെ റിമൂവ് ചെയ്തിട്ട് ഫങ്ഷണൽ ജീൻസിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. പിന്നെ ജെനറ്റിക്കലി മോഡിഫൈഡ് അനിമൽസ് ആൻഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ അനിമൽസിൻ്റെ ക്രോപ്സിൻ്റെയൊക്കെ ജീനിനെ ആൾട്ടർനേഷൻ വരുത്തിയിട്ട് പുതിയൊരു ജീൻ വച്ച് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. പിന്നെ ഫോറൻസിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഫോറൻസിക് ടെസ്റ്റിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്നാണ് അതിനെ പറയുന്നത്. അടുത്ത ടോപ്പിക്ക് എന്താണ് ജീൻ തെറാപ്പി എന്നതിനെ പറ്റിയാണ്. ജെനറ്റിക് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്തുകൊണ്ട് ജനിതക രോഗങ്ങളെ അല്ലെങ്കിൽ ജെനറ്റിക് ഡിസോർഡേഴ്സിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ജീൻ തെറാപ്പി എന്ന് പറയുന്നത് ഇസ് എ മെത്തഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇൻ വിച്ച് ദ ജീൻസ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡിസീസസ് ആർ റിമൂവ്ഡ് ആൻഡ് നോർമൽ ഫങ്ഷണൽ ജീൻസ് ആർ ഇൻസേർട്ടഡ് ഇൻ ദെയർ പ്ലേസ്. രോഗത്തിന് കാരണമാകുന്ന ജീൻസിനെ റിമൂവ് ചെയ്യുകയും അതിൻ്റെ സ്ഥാനത്ത് നോർമലും പിന്നെ ഫങ്ഷണലുമായിട്ടുള്ള ജീൻസിനെ ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ജീൻ തെറാപ്പി. ജീൻസ് എന്ന് പറഞ്ഞാൽ DNA ഒരു പാർട്ടാണ്. ഡിഫക്റ്റ് വന്ന ജീനിനെ ചെയ്തുകൊണ്ട് റിമൂവ് ചെയ്തിട്ട് നോർമലായിട്ടുള്ള ജീൻസിനെ ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. സോ ഈ ജീൻ തെറാപ്പി എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഉള്ളത് കൊണ്ട് തന്നെ ജെനറ്റിക് ഡിസീസസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഡിസീസുള്ള ജീൻസ് നോൺ ഫങ്ഷണൽ ആയിരിക്കും. ആയതിനാൽ അവയെ റീപ്ലേസ് ചെയ്ത് ഫങ്ഷണൽ ജീൻസിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, HGP എന്ന് പറയും. നോക്കാം. ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചെങ്കിലും നമുക്ക് ജെനറ്റിക് ഡിസോർഡേഴ്സിനെ അങ്ങനെ പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റത്തില്ല, കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നിശ്ചിത ട്രൈറ്റിനെ അല്ലെങ്കിൽ സ്വഭാവത്തിന് അല്ലെങ്കിൽ ക്യാരക്ടറിന് കാരണമാകുന്ന ജീനിനെയോ ആ ഒരു ജീനിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. സോ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം ജെനറ്റിക് ഡിസോർഡേഴ്സിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ആയതിനാൽ 1990 ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ ഇഷ്യൂ പരിഹരിക്കുന്നതിന് വേണ്ടി ലോകത്തിലെ എല്ലായിടത്തും ധാരാളം എക്സ്പെരിമെൻറ്റ്സ് വ്യത്യസ്ത ലാബുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 2003 വരെ. അങ്ങനെ അവസാനം അതിൻ്റെ എല്ലാം റിസൾട്ട് കിട്ടുകയാണ്. നമ്മുടെ ഹ്യൂമൻ ജീനോമിൻ്റെ സീക്രട്ട് അല്ലെങ്കിൽ ആ ഒരു രഹസ്യം അങ്ങനെ റിവീൽ ചെയ്യുകയാണ്. അങ്ങനെ ആ രഹസ്യം പൊട്ടിച്ചു. ആ ഒരു ടെക്നോളജിയുടെ പേരാണ് ജീൻ മാപ്പിംഗ്. ഒരു നിശ്ചിത ട്രൈറ്റിന് അല്ലെങ്കിൽ നിശ്ചിത സ്വഭാവത്തിന് കാരണമാകുന്ന DNAയിലുള്ള ജീനിൻ്റെ ലൊക്കേഷനെ ഈ ജീൻ മാപ്പിംഗ് എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. ഒരു ഓർഗാനിസത്തിലുള്ള അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ജെനറ്റിക് മെറ്റീരിയലിനെയാണ് ജീനോം എന്ന് പറയുന്നത്. ജെനറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് DNA പറയാം. DNAയുടെ ഫുൾ ഫോം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. പിന്നെ നമുക്ക് RNA പറയാം, റൈബോ ന്യൂക്ലിക് ആസിഡ്. നിങ്ങളടുത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹ്യൂമൻ DNAയിലുള്ള എല്ലാ ജീൻസും ഫങ്ഷണൽ ആണോ അതോ അതിൽ നോൺ ഫങ്ഷണലും ഉണ്ടോ? ഹ്യൂമൻ DNAയിലെ മെജോറിറ്റി എല്ലാ ജീൻസും പ്രോട്ടീൻസിന് കോഡ് ചെയ്യുന്ന ജീൻസ് ഒഴികെ ബാക്കി എല്ലാ ജീൻസും നോൺ ഫങ്ഷണലാണ്. ഒരു 98 to 99% ജീൻസും നോൺ ഫങ്ഷണലാണ്. അങ്ങനെയുള്ള നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ജീൻസിനെയാണ് ജങ്ക് ജീൻസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ജീനോമിൽ 24,000 ഫങ്ഷണൽ ജീൻസാണ് ഉള്ളത്. അതിൽ മെജോറിറ്റി ഹ്യൂമൻ DNA ഉള്ളത് ജങ്ക് ജീൻസ് ആണ്. അതായത്
നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ജീൻസാണ് മെജോറിറ്റി ഹ്യൂമൻ DNA ഉള്ളത്. സോ ഹ്യൂമൻസ് തമ്മിൽ DNA വെറും 0.2% വ്യത്യാസമാണ് ഉള്ളത്. പിന്നെ ഹ്യൂമൻ ജീനോമിലുള്ള 200 ജീൻസ് ബാക്ടീരിയയിലും സിമിലറാണ്. ഏകദേശം ഒരു 200 ജീൻസ് ഹ്യൂമൻസിലും ബാക്ടീരിയയിലും എന്താണ് സെയിം ആണ്. സോ ഹ്യൂമൻ ജീനോം എന്ന് പറയുന്നത് ഒരു ഫുൾ ജെനറ്റിക് മെറ്റീരിയലാണ്. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ജെനറ്റിക് മെറ്റീരിയലിനെയാണ് ഹ്യൂമൻ ജീനോം എന്ന് പറയുന്നത്. ഇത്രയും ടോപ്പിക്സാണ് പാർട്ട് 2 എടുക്കാൻ ഉണ്ടായിരുന്നത്. അതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ക്ലാസ്സിൽ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു.